ബീജിങ്ങിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന ഒരു ഷോ ആണ് അക്രോബാറ്റിക് ഷോ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ അസാധാരണമായ വഴക്കവും ബാലൻസും ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാർ കാണിക്കുന്ന ഒരു അഭ്യാസ പ്രകടനമാണ് ഈ ഷോ എന്ന് പറയുന്നത്. ടെമ്പിൾ ഓഫ് ഹെവനും സമ്മർ പാലസൊക്കെ കണ്ടു വന്നതിന് ശേഷം അന്നത്തെ രാത്രി ഞങ്ങൾ ഈ മനോഹരമായ ഷോ കാണാനായിട്ടാണ് പോയത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ചൈനീസ് അക്രോബാറ്റിക്സിനൊക്കെ ആയിരക്കണക്കിന് വർഷത്തിൻ്റെ പാരമ്പര്യമുണ്ട്. പക്ഷേ ഇന്നത് പല രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി മാറിയിരിക്കുകയാണ്. ലൈറ്റുകളും സംഗീതമൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര ഒരു സ്റ്റേജ് ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് എല്ലായിടത്തും. അടുത്ത ദിവസം നമ്മളെല്ലാവരും ബീജിങ്ങിൽ നിന്ന് ഷിയാനിലോട്ടുള്ള യാത്രയിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തുള്ളത് ഇവിടുത്തെ ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ തന്നെയാണ്. ഏകദേശം 1200 കിലോമീറ്ററിലധികം ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ഇത് 4 മണിക്കൂർ കൊണ്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. 4 മണിക്കൂർ 10 മിനിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും സ്പീഡിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ബീജിങ്ങിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നമ്മൾ പാസ്പോർട്ട് വെച്ചിട്ടാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. അതെല്ലാം ഈ ടൂർ കമ്പനി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഈ പാസ്പോർട്ട് വെച്ചിട്ടാണ് എൻട്രി ചെയ്യണതൊക്കെ. നമുക്ക് യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. നമ്മളതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് സീറ്റൊക്കെ നോക്കിയിട്ടാണ് ഈ നടക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള യാത്രക്കാരൊക്കെ നമ്മുടെ ടീമിലുള്ളതാണ്. ഇവർ US നിന്ന് വന്നിട്ടുള്ള ഒരു കുടുംബമാണ്. ഇവിടെ നമ്മൾ ഈ ട്രെയിനിൽ കയറുമ്പോൾ തന്നെ ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷനും ഹൈ സ്പീഡ് ട്രെയിനും ടെക്നോളജിയും ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ എത്ര മികച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ വൃത്തിയും ഭംഗിയൊക്കെ ഉള്ള കോച്ചുകളും സീറ്റുകളും അതുപോലെ ഒരു വിമാനത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സർവീസൊക്കെയാണ് ഈ ട്രെയിനിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ട്രെയിൻ യാത്ര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിന് കാരണം എന്ന് വെച്ചാൽ ചൈനയുടെ യഥാർത്ഥ ഗ്രാമപ്രദേശങ്ങളും കൃഷിയിടങ്ങളും മലനിരകളും ഒക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും. ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ ട്രെയിൻ യാത്രയിൽ കാണാൻ പറ്റിയത്. പലതരം കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏക്കർ കണക്കിന് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് വളരെ ശാസ്ത്രീയമായിട്ട് മേലൊക്കെ കവർ ചെയ്തിട്ടാണ് ഇവർ സംരക്ഷിച്ചു പോരുന്നത് തന്നെ. ചൈനയിലൂടെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടുത്തെ വളർച്ചയുടെ വേഗത തന്നെയാണ്. ഒരു കാലത്ത് കൃഷിയെയും ഇവിടുത്തെ പരമ്പരാഗത വ്യവസായത്തൊക്കെ ആശ്രയിച്ചിരുന്ന ചൈന അന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്ര വേഗത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ചൈനയിലെ കെട്ടിടങ്ങൾ മാത്രമല്ല വരുന്നത്, ഒരു രാജ്യത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും സ്വപ്നങ്ങളാണ് അതിനൊപ്പം വരുന്നത്. ഇവിടുത്തെ ട്രെയിനിൻ്റെ ഒരു ക്യാൻറ്റീനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ മേടിക്കാം. അതല്ലാതെ തന്നെ അവർ അവിടെ നമ്മുടെ സീറ്റിലേക്കും സെർവ് ചെയ്യുന്നുണ്ട്. ഈ ട്രെയിനിലൊരു ടോയ്ലറ്റാണ് ഈ കാണുന്നത്. എത്ര വൃത്തിയായിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഫിൽറ്റർ വെള്ളമാണ്. ഇതിൽ ചൂടുവെള്ളം അതുപോലെ തണുത്ത വെള്ളം എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഈ ട്രെയിനിൽ ഇനി അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്നോ ഇതിപ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഈ ഡിസ്പ്ലേയിൽ നിന്ന് കാണിക്കുന്നുണ്ട്. 349 km/h സ്പീഡിലാണ് ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ 349 km സ്പീഡിൽ ഓടുമ്പോഴും ഇതിനകത്തൊന്നും ഒരു അനക്കം പോലും സംഭവിക്കുന്നില്ല. അതിന് തെളിവാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്.
അങ്ങനെ കൃത്യസമയത്ത് തന്നെ ഏകദേശം 6:30 മണിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഷിയാനിലെത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡും നമ്മുടെ ബസ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയത് റെൻമിൻ സ്ക്വയറിലുള്ള ഒരു ഹോട്ടലിലേക്കാണ്. ഗ്രാൻഡ് മെർക്യൂർ എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ബുക്ക് ചെയ്തിട്ടുള്ളത്. അടിപൊളി ഒരു 4 സ്റ്റാർ ഹോട്ടൽ തന്നെ ആയിരുന്നു അത്. അങ്ങനെ ഷിയാനിലെത്തി ഞങ്ങൾ അടുത്ത ദിവസം കാണാൻ പോയത് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് മുസ്ലിം സ്ട്രീറ്റ് അല്ലെങ്കിൽ മുസ്ലിം ക്വാർട്ടർ എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഈ പ്രദേശം നമുക്ക് ചൈനീസ് സംസ്കാരവും അതുപോലെ ഇസ്ലാമിക സംസ്കാരമൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. തെരുവിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ചൈനീസ് മാതൃകയിലുള്ള കെട്ടിടങ്ങളും അതുപോലെ മുസ്ലിം റെസ്റ്റോറൻറ്റുകളും ഹലാൽ ഫുഡും ചെറിയ ചെറിയ കടകളും ഒരുപാട് ഭക്ഷണശാലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വളരെ ലൈവ്ലി ആയിരുന്നു. ഇവിടുത്തെ ഭക്ഷണം മാത്രമല്ല, ഇവിടുത്തെ ആളുകളുടെ തിരക്കും കടകളുടെ ആംബിയൻസും അതുപോലെ ഭക്ഷണത്തിൻ്റെ മണം, തെരുവിലെ ലൈറ്റ്സുകൾ, ഇതൊക്കെയാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടെ ചൈനീസ് മുസ്ലിം സംസ്കാരത്തിൻ്റെ ഒരു മനോഹരമായ ഒരു ബ്ലെൻഡിങ്ങാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നത് നമ്മളൊരു ചോക്ലേറ്റ് ഷോപ്പാണ്. ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഇതിനകത്ത് നമുക്ക് വിശ്രമിക്കാനും ഇരിക്കാനൊക്കെ ചെറിയ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട്. ആ പാർക്കിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ള മരങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ ഉറുമാമ്പഴം അല്ലെങ്കിൽ അനാറിൻ്റെ ഒക്കെ മരങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും ആളുകളൊക്കെ അത് യഥേഷ്ടം പറിച്ച് കഴിക്കുന്നതെന്ന് നമുക്ക് കാണാമായിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പുകളും മറ്റും വളരെ കളർഫുള്ളായിട്ടാണ് ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. ഒരു അട്രാക്ഷൻ തോന്നിക്കുന്ന ഒരു രീതിയിലാണ് ഒരു പലതും ചെയ്തു വെച്ചിട്ടുള്ളതൊക്കെ. അത് ഇവിടുത്തെ കുട്ടികളെയും സഞ്ചാരികളൊക്കെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണത്. നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും അതിനകത്തൊക്കെ ഒന്ന് കയറിയിട്ട് നോക്കാനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അത് തന്നെയാണ് അവരുടെ ഈ ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ് ഈ കാണുന്നത്. അതിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. പക്ഷേ പള്ളിയുടെ ഈ നമസ്കാരത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞത് കാരണം അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്കിതിൽ കാണിക്കാൻ പറ്റിയില്ല. ഒരു ഷോപ്പിനകത്തേക്ക് കയറി വരുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കുട്ടികളുടെ ഒക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ആ സന്തോഷമൊക്കെ എത്ര ഉണ്ടെന്നുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഈ കാണപ്പെടുന്ന ഇവിടുത്തെ സമൂഹം ഹുയി വംശത്തിൽപ്പെട്ട ഒരു മുസ്ലിം വിഭാഗമാണ്. ഇവരുടെ പൂർവികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പേർഷ്യ, അതുപോലെ അറബ് രാജ്യങ്ങൾ, അതുപോലെ മധ്യേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സഞ്ചാരികളും വ്യാപാരികളൊക്കെ ആയിരുന്നു ഇവരുടെ പൂർവികർ. ഇവിടെ ഒരുപാട് മാംസക്കടകളൊക്കെ ഇതുപോലുള്ള കാണാൻ പറ്റും. അധികം ആട്ടിറച്ചിയാണ് ഇവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൊതിയൂറുന്ന ഒരു സ്മെല്ലാണ് ഈ സ്ട്രീറ്റ് മുഴുവൻ ഇത് പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഹലാൽ ഫുഡ് മാത്രമേ ഈ സ്ട്രീറ്റിൽ സെർവ് ചെയ്യുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും അന്നത്തെ അത്താഴമൊക്കെ ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇന്നത്തെ കാഴ്ചകളും വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.